ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് പല ആളുകൾക്കിടയിലും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല, കുറച്ച് കഴിഞ്ഞ് ബ്രേക്കപ്പ് ആവുന്നു, ദെൻ വീണ്ടും ഒരു പാച്ചപ്പ് ആവുന്നു, വീണ്ടും അതേ ആളുകൾ തന്നെ ബ്രേക്കപ്പ് ആവുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഒരേ ആളുമായിട്ട് വീണ്ടും വീണ്ടും ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ഇങ്ങനെ ഒരേ ആളുമായിട്ട് വീണ്ടും വീണ്ടും ബ്രേക്കപ്പ് ആവുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കും. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പറഞ്ഞു തീർത്തിട്ടില്ലാത്ത പ്രോബ്ലംസ് ആണ്. അതായത് മുന്നേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു തീർത്തിട്ടുണ്ടായിരിക്കില്ലേ. എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് പരിഹാരം കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. പകരം നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പിറ്റേ ദിവസം ചിലപ്പോൾ കുഴപ്പമില്ല, അതെന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം നടന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച്. കാരണം അത് ഇതുവരെ സോൾവ് ആയിട്ടില്ല, അതിന്റെ റീസൺ എന്താണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളാണ് അവരോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പറഞ്ഞതായിരിക്കാം, പക്ഷെ ആ പേഴ്സൺ അറിയില്ല എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നുള്ള ചിന്ത വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു തീർത്തിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞു തീർക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അതേ ആളുമായിട്ട് തന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആവാനുള്ള കാരണം ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, അറ്റാച്ച്ഡ് ആവാനായിട്ട് ഭയങ്കര പേടി ഉണ്ടാവും. ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ബ്രേക്കപ്പ് ആവുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ബ്രേക്കപ്പ് ആവുമ്പോൾ തന്നെ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ വീണ്ടും പാച്ചപ്പ് ആയി കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി ഉണ്ടാവും, ഇനിയിപ്പോൾ വീണ്ടും വിട്ടിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ശരിക്കും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ യഥാർത്ഥമായിട്ട് പിന്നീട് സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ അറ്റാച്ച്ഡ് ആവാനായിട്ട് ഭയങ്കര ഒരു പേടി ഉണ്ടായിരിക്കും. ഞാൻ ഒരുപാട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആളെന്നെ വിട്ടിട്ട് പോകുമോ, ഇങ്ങനെയുള്ള പേടി ഉള്ളതുകൊണ്ട് തന്നെ അറ്റാച്ച്ഡ് ആവുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെ അറ്റാച്ച്ഡ് ആവാത്തത് കൊണ്ട് തന്നെ ഈ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ വീണ്ടും ബ്രേക്കപ്പ് ആവുകയും ചെയ്യുന്നുള്ളതാണ്. കാരണം നമുക്ക് പൂർണ്ണമായിട്ടും ആളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ വീണ്ടും ബ്രേക്കപ്പ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ബ്രേക്കപ്പ് ആയി വീണ്ടും പാച്ചപ്പ് ആയി എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് മേ ബി അവർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ വീണ്ടും നിങ്ങളെ വിശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമാണ് ആ ബന്ധം മുന്നോട്ട് പോവുള്ളൂ. അറ്റാച്ച്മെന്റ് വളരെ അത്യാവശ്യമാണ് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ വീണ്ടും ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത കുറയും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റം ഒന്നും കാണുന്നില്ലെങ്കിൽ, അതായത് ബ്രേക്കപ്പ് സംഭവിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുക. വീണ്ടും പാച്ചപ്പ് ആകുമ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾ മാറ്റിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ശീലമോ ഒക്കെ ആണെങ്കിൽ തന്നെ അത് നിങ്ങൾ മാറ്റും എന്നവർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ വീണ്ടും പാച്ചപ്പായി കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇവർക്ക് ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെയാണെന്നുള്ളത്. അത്തരത്തിൽ ബ്രേക്കപ്പായി കഴിഞ്ഞിട്ടും നിങ്ങളിൽ മാറ്റമൊന്നും കാണുന്നില്ല, പഴയ രീതിയിൽ തന്നെയാണ് സ്വഭാവം മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ആ ഒരു നിങ്ങളുടെ സ്വഭാവം ഓക്കെ അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരു ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം. വീണ്ടും അതേ രീതിയിൽ തന്നെ അവരോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ അവിടെ വീണ്ടും ബ്രേക്കപ്പ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, പഴയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം, കുറ്റപ്പെടുത്തലുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പാസ്റ്റ് ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരുടെ ലൈഫിലാണെങ്കിലും കുറെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വലിയ രസമൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം കഴിഞ്ഞ കാര്യങ്ങളാണ്, എന്തൊക്കെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ നമ്മളതൊന്ന് മൂവ് ഓൺ ആവുകയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് തന്നെ വിചാരിക്കുക. ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും പാച്ചപ്പ് ആയ ആളുകളാണെന്നുണ്ടെങ്കിൽ, നീ എന്നെ അന്ന് അങ്ങനെ പറഞ്ഞിട്ടല്ലേ ബ്രേക്കപ്പ് ആക്കി പോയത്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തല്ലേ, എനിക്ക് നിന്നെ തീരെ വിശ്വാസമല്ല, നീ ഇനിയും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവർ വിചാരിക്കുക എന്താണ്, അവരെ നിങ്ങൾക്ക് തീരെ വിശ്വാസമല്ല, അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടില്ല എന്ന ചിന്തയാണ് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ അവർ ഇഷ്ടപ്പെടില്ല. അപ്പൊ വീണ്ടും അവിടെ ബ്രേക്കപ്പ് സംഭവിക്കും. ചിലപ്പോൾ വീണ്ടും നിങ്ങൾ തമ്മിൽ പാച്ചപ്പ് ആവും, ഓക്കെ ആവും എന്ന് വിചാരിക്കും, പാച്ചപ്പ് ആവും, പക്ഷെ വീണ്ടും ഇതേ രീതിയിലാവുമ്പോൾ ബ്രേക്കപ്പ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാരണങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും പാച്ചപ്പ് ആവുന്നു, വീണ്ടും ബ്രേക്കപ്പ് ആവുന്നു. ഇത്തരത്തിൽ ഒരേ ആളുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നതിന് ഈ ഒരു 3-4 കാരണങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും കാരണങ്ങളൊക്കെയാണ് സാധാരണ ഉള്ളത്. അപ്പൊ നിങ്ങളിൽ എന്ത് കാരണമാണെന്നുള്ളത് അറിയുക. മാത്രമല്ല, ഈ പറഞ്ഞതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയല്ല ഒരു റിലേഷൻഷിപ്പ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിക്കുക. വീണ്ടും ഒരു ബ്രേക്കപ്പിനെ വരുത്താതെ ഇരിക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരുടെയും റിലേഷൻഷിപ്പ് ഒക്കെ നന്നായിട്ട് പോകട്ടെ, എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജീവിതം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്